അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റാഹത്തന്നെ, അൽഹംദുലില്ലാ നമുക്ക് റാഹത്തന്നെ. അപ്പോൾ അതാ ഇന്ന് ഞാൻ വിചാരിച്ച ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആയെന്ന്. അങ്ങനെ നാസ്റ്റ് ആക്കിയിട്ടായിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടായിട്ട് ഞാൻ മടിയോട് വന്നിട്ടിതാ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കാൻ ഇരിച്ചു. മനസ്സോടെ ഞാനും ക്ലീൻ ആക്കാനും ഇരുന്നു. അപ്പോൾ ഇതാ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഓരോന്നായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അങ്ങനെ തന്നെ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീനിങ് എല്ലാം ആക്കിയിട്ട് മുളക് ടെറസിൽ ഇട്ടിട്ടുണ്ട്. അതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ആ റൂമിലേക്ക് വന്നിട്ട് അവിടെ കൊട്ടാനെല്ലാം കീന് അവിടെ അങ്ങനെ തന്നെ കപ്പാട്ടിൻ്റെ അവിടെയും എല്ലാം കൊട്ടിയിട്ട് അവിടെ സ്വിച്ച് ബോർഡും പിന്നെ കട്ടിലിൻ്റെ അവിടെയും മുയിലും കരയെല്ലാം ഞാൻ കൊട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ ഞാൻ അടിക്കാനും കീന് അതിൻ്റെ ഇടയിൽ നിന്നെല്ലാം ധൂളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ധൂളൊന്നും ഇല്ല, ഇനി പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ പിന്നെ അതാ മിററിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് മിററിൻ്റെ അവിടെയും ക്ലീൻ ആക്കാനെല്ലാം കീനി. അങ്ങനെ പിന്നെ അതിനെല്ലാം ഓരോന്നായിട്ട് നേരെ വെക്കാനെല്ലാം നല്ല ലെവലായിട്ട് അങ്ങനെ വെച്ചേക്കുമ്പോഴേക്ക് നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു ചന്തം നല്ലൊരു. അങ്ങനെ പിന്നെ ഇതാ ഈ റൂമിൽ ക്ലീൻ ആക്കിയിട്ടായിട്ട് ഇപ്പുറത്തെ റൂമിലേക്ക് വന്നു. ഇപ്പുറത്തെ റൂമിലും അങ്ങനെ കൊട്ടാനെല്ലാം ഉണ്ടായിന്. ഇപ്പുറത്തെ റൂമിൽ കുറച്ച് പൊടിയും കാര്യങ്ങളെല്ലാം ജാസ്തി ഉണ്ടായിന്. അപ്പോൾ കുറച്ച് പൊട്ടിയിട്ട് പിന്നെ മിററിൻ്റെ ആടെയും പിന്നെ ഇതാ ഇൻവെർട്ടറിൻ്റെ ആടെയും ചാർജറും പിന്നെ ഒരിതെല്ലാം എടുത്തിട്ടെല്ലാം ഇതാക്കിയിട്ട് ഇതാ ഞാൻ അടിച്ചുകൊണ്ടേ വന്നു. അങ്ങനെ ഈ റൂമും അടിച്ചിട്ടായി. അങ്ങനെ ഇതാ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ വന്നു. ഫ്രിഡ്ജിലാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ക്ലീൻ ആക്കാനൊന്നുമില്ല, അതിന് ഒരു 1.5 ആഴ്ചക്ക് മുമ്പ് ക്ലീൻ ആക്കിയതിന്. പിന്നെ എന്തായാലും പറയാത്തല്ലേ, അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ട് ഞാനും ക്ലീൻ ആക്കാൻ നേരിട്ട് വന്നു. അങ്ങനെ ഇതാ അതിൻ്റെ സാധനമെല്ലാം എടുത്തിട്ടായിട്ട് അതിനൊക്കെ അതാ നേരിട്ട് വന്നു. അങ്ങനെ തന്നെ അതിനൊക്കെ അതാനും ചെല്ലുമ്പോൾ അപ്പം നിങ്ങൾ എല്ലാവർക്കും അതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഗ്ലാസ്സിലേക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ എന്തെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെന്നത്. ഇനി നമുക്ക് അതുമ്പൊക്കെ ഇല്ലേ സ്റ്റീലിൻ്റെ കാത്ത് യൂസ് ആക്കിയിട്ട് ഒരിക്കലും കഥാൻ കാലം ഒന്നല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം മാത്രം യൂസ് ആക്കിയിട്ട് ഒന്ന് കഥാണോ, ഇല്ലെങ്കിൽ നമ്മൾ സ്പോഞ്ചിലേക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് ഇതാക്കണം, ഇല്ലെങ്കിൽ കയ്യിൽ തന്നെ ജസ്റ്റ് ഇതാക്കുക, ഇല്ലെങ്കിൽ അതിൽ ഫുള്ള് സ്ക്രാച്ചസ് ബി അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ തന്നെ ഞാൻ ഇപ്പുറത്തൊക്കെ വന്നിട്ട് ഇവിടുന്ന് സാധനമെല്ലാം എടുത്ത് എന്നിട്ടിതാ ഞാൻ ബോക്സ് കവറും നമ്മൾ കവർ വെക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ ഈ ഉറ്റിയങ്ങ് കിടാക്കലുണ്ടെങ്കിൽ അവർക്ക് അറിയാമല്ലോ, അവർ നേരെ എടുക്കാമല്ലോ, അവർക്ക് നീറ്റ്നെസ് എല്ലാം ചെറിയ കിടാക്കല്ല അപ്പോൾ നമുക്ക് ഉപദേശിച്ചിട്ട് ഇതാക്കിയാൽ. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് കയറ്റുമ്പോൾ അതടക്കം തന്നെ ഒരു അട്ടി പിടിക്കുന്നല്ലോ, അപ്പോൾ അതെടുക്കാനും ഭയങ്കര കഷ്ടം തന്നെ. അപ്പം അങ്ങനെ നമുക്ക് നമ്മൾ ഇങ്ങനെ ഒരു കവറെല്ലാം വെച്ചങ്ങ് അതിലേക്ക് ഇതാങ്ങ് പിന്നെ അതിന് നമുക്ക് ചാടിയിട്ട് പുതിയൊരു കവർ വെക്കാൻ. അപ്പോൾ നമ്മൾ ഒരു അട്രാക്ഷൻ കവർ വെക്കുന്നതാണ് നല്ലത്. വൈറ്റ് കവറെല്ലാം വെച്ചങ്ങ് നമ്മൾ അതിന് ഇത്ര പഴയ ഫ്രിഡ്ജ് ഉള്ളിൽ തുറക്കും നല്ല പുതിയ ഇന്ന് മേങ്ങിയ ഫ്രിഡ്ജ് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ ഒന്ന് നോക്കാൻ എന്നിട്ട് നിങ്ങൾ ഒന്ന് അഭിപ്രായം. അങ്ങനെ ഇത് ആടുന്നുള്ള പൊടിയും ഇതെല്ലാം ഞാൻ എടുത്തുകൊണ്ടെല്ലാം വന്നു. അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഗ്ലാസ്സെല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചുകൊണ്ട് വന്നു. അങ്ങനെ പിന്നെ ഇതാ ഫ്രിഡ്ജിൻ്റെ സാധനമെല്ലാം ഫ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ തന്നെ തോർത്തിട്ട് കവറെല്ലാം ഇട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ സാധനം അതിൽ തന്നെ വെച്ച് അങ്ങനെ ഇതാ ഫ്രിഡ്ജെല്ലാം ക്ലീനിങ് എല്ലാം ആയി. മീത്തത്തെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഇതാ കസാല പുറത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അടിച്ചുകൊണ്ടേയും വന്നു. അടിച്ചുകൊണ്ട് വരുമ്പോൾ ധൂളെല്ലാം ഉണ്ടായിനി ആടുന്നെല്ലാം അങ്ങനെ ധൂളെല്ലാം എടുത്തുകൊണ്ട് ഞാൻ അടിച്ചുകൊണ്ടേയും വന്നു. അങ്ങനെ അടിച്ചിട്ട് വന്നിട്ടായിട്ട് ഞാൻ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫാബെക്സ് ലിക്വിഡ് നമ്മൾ ഈ ഫിനോയിൽ ഒഴിച്ചിട്ട് മോപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ തോർത്തിക്കൊണ്ടേയും വന്നു. തോർത്തിക്കൊണ്ടെല്ലാം വന്നിട്ടായിട്ട് എനിക്ക് ഭയങ്കര താഴ്ച പണിയെല്ലാം എടുത്തല്ലേ. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് ആക്കാമെന്നിരിക്കുമ്പോൾ 2 മൊസമ്പി പിന്നെ അതിന് തന്നെ ഞാൻ ഇന്ന് എൻ്റെ ബാറ്റിലേക്ക് ആക്കാൻ വിചാരിച്ച്. അങ്ങനെ പിന്നെ അതിൻ്റെ കതിയിട്ടും ജാറെല്ലാം കാര്യങ്ങളെല്ലാം കതിയിട്ട് ഞാൻ അതിന് മുസമ്പിനെത്തും മുറിക്കാനും കീന് അതിനെ പിന്നെ 4 പീസാക്കിയിട്ട് അതിനെ തൊല്ലാനും കീന് തൊല്ലിയിട്ട് അതിന് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് ഇട്ട്
അങ്ങനെ തന്നെ പാത്രത്തിലേക്കെല്ലാം ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് പാത്രത്തിലേക്കെല്ലാം ഇട്ടിട്ടെല്ലാം ആയി. അങ്ങനെ പിന്നെ അതിൻ്റെ വിത്തിട്ടങ്ങ് ജ്യൂസ് കഴിക്കുന്നില്ലേ, അങ്ങനെ അതിൻ്റെ വിത്തും ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് അതിനെ ജാറിലേക്ക് ഇട്ട് പിന്നെ 2 സ്പൂണ് പഞ്ചസാരയും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒരു ഗ്രൈൻഡ് അങ്ങോട്ട് ചെയ്ത് അങ്ങനെ ഒരു ജ്യൂസും ആയി. നമുക്ക് താഴ്ച്ചിട്ടിരിക്കുമ്പോഴേക്ക് ഇങ്ങനെ ഫ്രഷ് ജ്യൂസാണ് കേട്ടോ കുടിക്കാൻ നല്ല പാങ്ങാന്ന്. അങ്ങനെ പിന്നെ ബൗളും കാര്യമെല്ലാം കതിയിട്ട് ജ്യൂസ് അതിലേക്ക് ഒഴിച്ചിട്ട് ആക്രാന്ത മൂത്തിരി ബീയും ഞാൻ ജ്യൂസ് ഒഴിച്ചിട്ട് കുടിച്ചിട്ട് സമാധാനം എന്താക്കുന്നത്. ഇങ്ങനെ സമാധാനം അങ്ങ് പാത്രമെല്ലാം കഥാനിരിക്കുന്നത്. അങ്ങനെ ആ പാത്രവും കതിയിട്ട് അതിനെ പുറത്തൊക്കെ വെച്ച് പിന്നെ മുളകെടുക്കാണ്ട് അങ്ങനെ അതും എടുത്ത് പിന്നെ തുണിപ്പായ എടുത്തിട്ട് അതിനെ മടക്കിയിട്ട് അതിൻ്റെ സ്ഥാനത്തെല്ലാം വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.